നിയമസഭയിലെ പ്രതിപക്ഷ ബഹളം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇന്നും അതേ അവസ്ഥ തന്നെ തുടരാനുള്ള സാധ്യതയാണ്. എന്തായാലും തുടർച്ചയായി സഭ സ്തംഭിക്കുന്ന ഒരു സാഹചര്യം, അതുകൊണ്ട് സമ്മേളനം വെട്ടിച്ചുരുക്കി പിരിയാനുള്ള ഒരു സാധ്യതയും സൂചിപ്പിക്കുന്നു. വിവരങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇവിടെയില്ല, ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞു പ്രധാനമന്ത്രി അടക്കമുള്ളവരെ കാണുന്നതിനായിട്ട്. പക്ഷേ മുഖ്യമന്ത്രി തുറന്നുവിട്ട വിവാദങ്ങൾ, ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷാംഗത്തിൻ്റെ പൊക്കക്കുറവിനെ അടക്കം ആക്ഷേപിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ, ഒപ്പം പ്രതിപക്ഷം ഈ ഒരു സമ്മേളനകാലം തുടങ്ങിയത് മുതൽ തന്നെ സ്വീകരിക്കുന്ന നിലപാട്, ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സഭയുമായി സഹകരിക്കില്ല എന്ന് അന്നേ അവർ പറഞ്ഞു കഴിഞ്ഞു. അതുതന്നെ ഇന്നും ആവർത്തിക്കും. ദേവസ്വം പ്രസിഡന്റിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളുടെയും ദേവസ്വം മന്ത്രിയുടെയും രാജി, കേന്ദ്ര അന്വേഷണം, അതേ നിലപാടിൽ തന്നെയാണ്. തീർച്ചയായും ഒരു CBI അന്വേഷണം ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ 2-3 ദിവസമായി സഭയിൽ ഈ അടുത്ത ദിവസം സഭ ആരംഭിച്ച മുതൽ തന്നെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ തുടർച്ചയായി സഭ സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രധാനമായും ഇവരുടെ ആവശ്യം ദേവസ്വം മന്ത്രിയുടെയും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയുടെ രാജിയും, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പിരിച്ചു വരണമെന്ന ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്നും സഭ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അത് ചോദ്യോത്തര വേള മുതൽ തന്നെ ഈ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ശക്തമായ പ്രതിഷേധവും തീർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സഭയ്ക്കകത്തും അതുപോലെ തന്നെ സഭയ്ക്ക് പുറത്തും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായുള്ള പരിപാടികൾക്ക് ഇന്ന് തുടക്കമാവുകയും ചെയ്യും. ഒപ്പം നമുക്കറിയാം, ഇന്നലെ സഭയിൽ ഉണ്ടായിട്ടുള്ള പൊക്കക്കുറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം കൂടി ഇന്ന് സഭയിൽ ഉയർത്തിക്കാട്ടും. ഒപ്പം തന്നെ അത് സഭാരേഖകളിൽ നിന്നും മാറ്റണമെന്ന് ഇതിനോടകം തന്നെ സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ശക്തമായ നടപടികൾ, ശക്തമായ പ്രതിഷേധവും ഇന്നും സഭ വേദിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയത്ത് തന്നെയാണ് ശക്തമായ മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കൂടി കോൺഗ്രസ് നീങ്ങുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ ഇന്ന് നാളെയാണ് സഭാ സമ്മേളനം അവസാനിപ്പിക്കേണ്ടത്. എന്നാൽ അത് ഇന്ന് കൊണ്ട് വെട്ടിച്ചുരുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം തുടർച്ചയായി സഭ ഇത്തരത്തിൽ സ്തംഭിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ ഭരണപക്ഷത്തിനെതിരെയുള്ള പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധമാണ് സഭയിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സഭ നാളെ തീരേണ്ട സഭ ഇന്ന് വെട്ടിച്ചുരുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. 6 ബില്ലുകളാണ് ഇനി നാളെ അവതരിപ്പിക്കേണ്ടത്. അവ ഒരു പക്ഷേ ഇന്ന് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സഭ അവസാനിപ്പിക്കുക എന്ന നിലയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. കാരണം തീർച്ചയായും ഇത്തരം പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ സഭയ്ക്കകത്ത് സർക്കാരിന് അവസാനിപ്പിക്കാൻ സാധിക്കും. പക്ഷേ സഭയ്ക്ക് പുറത്ത് ഈ പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ പോലീസിന് വിശ്വാസമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞത്. CBI അന്വേഷണമാണ് തുടക്കം മുതൽ വലിയൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. CBI അന്വേഷണം തന്നെയാണ് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസും BJPയും ഒക്കെ ആവശ്യപ്പെടുന്നത്. സംസ്ഥാന വ്യാപക പ്രതിഷേധവുമാണ് ഇന്ന്. ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് ഇക്കാര്യം ഏറ്റെടുത്തിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ മുതൽ തന്നെ അയ്യപ്പ സംഗമം മുതൽ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഇടഞ്ഞു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണപ്പാളി വിവാദം കൂടി എത്തി നിൽക്കുന്നത്. ആ സ്വർണ്ണപ്പാളി വിവാദത്തിൽ തന്നെ കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആ സ്വർണം കണ്ടെത്തുന്നതിന് വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാതെയും ഒപ്പം തന്നെ മോഷ്ടാക്കൾക്ക് കൂട്ടുപിടിക്കുന്ന ഒരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട് എന്നാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. ഇതിൻ്റെ ഭാഗമായി ജനങ്ങളിലേക്ക് കൂടി അല്ലെങ്കിൽ ഭക്തരിലേക്ക് കൂടി ഈ കാര്യങ്ങൾ എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് പ്രതിപക്ഷം ഇന്ന് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തുന്നത്. പത്തനംതിട്ടയിലാണ് പ്രതിഷേധ പരിപാടികൾക്ക് തുടങ്ങുന്നത്. AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ ഇന്ന് വൈകിട്ട് പത്തനംതിട്ടയിൽ പ്രതിഷേധ സംഗമത്തിന് തുടക്കം കുറിക്കും. ആ പ്രതിഷേധ സംഗമം 14 മുതൽ 18 വരെയാണ്. കൂടുതൽ മേഖലാ ജാഥകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ശക്തമായ പ്രതിഷേധമാണ് പത്തനംതിട്ട ജില്ലയിലും സംസ്ഥാന വ്യാപകവുമായും നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള ജാഥകൾ 18-ാം തീയതി പന്തളത്ത് സംഗമിച്ച് മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഭക്തരെ ഉൾപ്പെടുത്തിയും മറ്റ് സാമുദായിക സാംസ്കാരിക സംഘടനകളുടെ നേതാക്കന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ്. അതിൻ്റെ തുടക്കമാണ് ഇന്ന് പത്തനംതിട്ടയിൽ വൈകിട്ട് 4 മണിയോടുകൂടി ഉണ്ടാകുന്നത്. അത്തരമൊരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ തന്നെ അതിന് തടയിടാൻ
സഭയ്ക്കകത്തും പുറത്തും സജീവമായി തന്നെ ഈ വിഷയം ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ഇത്രയും വലിയ കോടിക്കണക്കിന് ഈ പറഞ്ഞതുപോലെ എത്തുക വരുന്ന ഈ സ്വർണം കട്ടെടുത്ത ഈ വിഷയം സജീവമായി നിലനിർത്താൻ ആരാണ് യഥാർത്ഥ കുറ്റക്കാരൻ എന്നതിലേക്ക് എത്തുന്നതുവരെ ഈ വിഷയം സജീവമായി നിലനിർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെയും ഒപ്പം BJP യുടെയും നീക്കം.